ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ ഭയങ്കര കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതൊരു ബ്രാൻഡ് എടുത്ത് നോക്കിയാലും അവരുടെ ബഡ്ജറ്റ് സെഗ്മെൻറ്റും മിഡ് റേഞ്ചേഴ്സിലും പ്രീമിയം സെഗ്മെൻറ്റിലും ഒക്കെ ഒരു കണക്കത്തുള്ള ഡിസൈനാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പം എന്താ പറയുക, വളരെ ബോറിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഡിസൈൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് മാക്സിമം ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കേസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള കേസ് മേടിക്കുക, നമ്മൾ അത് ബോറടിക്കുമ്പോൾ അടുത്ത കേസിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ പേഴ്സണലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസ് ഇടുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫോണിൻ്റെ അത്രയും സ്ലിം ആയിട്ടുള്ള ആ ഒരു ബോഡി കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു പ്രീമിയംനെസ് നമുക്ക് ഇൻ ഹാൻഡ് ഫീൽ ഒന്നും കിട്ടത്തില്ല. നമ്മുടെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ തന്നെ ഈ കേസ് ഇടുമ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ളൊരു സാധനമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ കേസ് പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ Realme GT Neo 2 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ഭയങ്കര സ്ലിപ്പറി, അതായത് ഫ്രോസ്റ്റഡ് ഗ്ലാസ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര സ്ലിപ്പറിയാണ്. സോ കേസ് ഇടാതെ എനിക്ക് യൂസ് ചെയ്യാനേ പറ്റത്തില്ലായിരുന്നു. ആൻഡ് നമ്മൾ നമുക്ക് സഹിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുമായിരുന്നു. ആൻഡ് ഓൾ ഓഫ് എ സഡൻ Gadgetshieldz എന്ന് പറഞ്ഞ കമ്പനി എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ Gadgetshieldz പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ സ്കിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. സ്മാർട്ട് ഫോൺ സ്കിൻസ് മാത്രമല്ല, വേറെ ഒരുപാട് സ്കിൻസും അതുപോലെ തന്നെ സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം. അപ്പം അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ട് അവരെനിക്കൊരു സാധനം അയച്ചു തന്നു. അവരുടെ പ്രീമിയം സ്കിൻ സെഗ്മെൻറ്റിൽ, സ്കിന്നോവ എന്ന് പറയുന്ന അവരുടെ ഒരു പ്രീമിയം സ്കിൻ സെഗ്മെൻറ്റിൽ നിന്ന് ഒരു സ്കിൻ അവരെനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഇതിനകത്ത് എന്താണുള്ളത്, ഇതെങ്ങനെയാണ് നമ്മുടെ ഫോണിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളൊന്ന് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് Gadgetshieldz സ്കിന്നോവ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു പ്രീമിയം സ്കിന്നിൻ്റെ ഒരു കവർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെയും സൈറ്റിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെന്നിട്ട് ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ചെയ്യാവുന്ന പ്രോപ്പറായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ സ്കിന്ന് ഡാമേജ് ആവുന്ന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കവർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് പാർട്സ് ബൈ പാർട്സ് ആയിട്ട് കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ നമുക്ക് ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമേ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മെയിൻ സ്കിന്നാണ് GT Neo 2 നിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീൻ കളർ സ്കിന്നാണ്. അതിനകത്ത് നമുക്കൊരു നല്ല ടെക്സ്ചർ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ലെതറിൻ്റെ ഒക്കെ കണക്കത്തെ ടെക്സ്ചർ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലെതറല്ല, പേപ്പറാണ്. പക്ഷേ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി നമുക്കിപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 2 സെപ്പറേറ്റ് സ്ട്രൈപ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു Realme GT Neo 2 ഗ്രീൻ കളർ വേരിയൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു എക്സാക്ട്ലി സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു സെയിം സ്ട്രൈപ്പും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു സാധനം ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്താണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അതിനകത്ത് Gadgetshieldz ഒരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത്. പിന്നെ ക്യാമറ മോഡ്യൂളിൻ്റെ മുകളിലൊട്ടിക്കാനുള്ള ആ ഒരു സ്കിന്ന് ഒരു 2 കൂടെ അവർ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് ഈ ഒരു കവറിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു ഫോൺ കംപ്ലീറ്റ്ലി ഒന്ന് ക്ലീൻ ആക്കുക. എവിടെയും നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സോ ഡസ്റ്റോ ഇടട്ടോ ഒന്നും വരരുത്. ഈ ഒരു ക്ലോത്ത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതായത് നല്ല രീതിയിൽ ഇത് ഡസ്റ്റിനൊക്കെ എടുത്ത് കളയുന്നതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് നല്ലപോലെ നമ്മുടെ ഫോണൊന്ന് ക്ലീൻ ആക്കുക നമ്മുടെ സ്കിൻ ഒട്ടിക്കുന്നതിന് മുന്നേ. അപ്പോൾ ഇത് ക്ലീൻ ആയതിനു ശേഷം നമുക്ക് സ്കിൻ എടുക്കാം. ആദ്യമേ തന്നെ നമ്മുടെ ഒരു ഗ്രീൻ കളർ മെയിൻ സ്കിൻ എടുക്കുക. അതിനകത്ത് ക്യാമറ ഞാനൊരു ലാസ്റ്റ് ഒട്ടിക്കുന്നൊരു ക്യാമറ മോഡൽ. സോ അതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം മടക്കി ബാക്കിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഒട്ടിക്കാനായിട്ട് തുടങ്ങാം. അതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ അലൈൻ ചെയ്യേണ്ടത് ക്യാമറ മോഡ്യൂളാണ്. ക്യാമറ മോഡ്യൂൾ അലൈൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം കറക്റ്റായിട്ട് വരും. ഇത് ഫ്ലാറ്റ് ബാക്ക് സ്കിൻ ആയതുകൊണ്ട് ക്യാമറ മോഡലിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ ഫുൾ ബാക്ക് സ്കിന്ന് വരുന്നുണ്ട്. അത് ഒട്ടിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ആ ഒരു USB പോർട്ടിനകത്തൊക്കെ വെച്ചിട്ട് അലൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടെ ടഫാണ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എനിക്ക് ജസ്റ്റ് സെക്കൻഡ് ട്രയൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ ഒട്ടിക്കുന്നതിനിടയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ട് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങൾക്ക് ഇളക്കിയിട്ട് ഒട്ടിക്കാനായിട്ട് വരും. കുഴപ്പമില്ല. ഹീറ്റ് ആയതിനു ശേഷം മാത്രമേ ഇതിൻ്റെ അഡ്ഹസീവ് വർക്ക് ആവുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഒന്ന് ഇളക്കി ഒട്ടിച്ച് കറക്റ്റ് അലൈൻ ആവുന്നതിന് വരെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും എനിക്കിവിടെ സാധനം ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എഡ്ജസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ആയിട്ടുണ്ട്. സോ എന്താ പറയുക, ഈ ഒരു സ്കിൻ ഒട്ടിക്കുന്നത്, അതായത് മെയിൻ സ്കിൻ ഒട്ടിക്കുന്നത് കുറച്ച് എളുപ്പമായിട്ടുള്ളൊരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഇത് ഒട്ടിയതിന് ശേഷം നമ്മുടെ ആ ഒരു എഡ്ജസൊക്കെ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ എഡ്ജസും എല്ലാ സൈഡിലേക്കും ഒന്ന് നല്ല കണക്ക് ടൈറ്റ് ചെയ്യുക. പക്ഷേ ഇതൊന്നും നല്ല രീതിയിൽ ഒട്ടത്തില്ല. കാരണം ഹീറ്റ്, അതായത് നമ്മുടെ ഒരു ഹീറ്റ് ഗൺ അല്ലെങ്കിൽ ഹെയർ ഡ്രയർ വെച്ചിട്ട് ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നല്ലപോലെ ഒട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് വരും സൈഡൊക്കെ പിളവിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു എഡ്ജസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഹെയർ ഡ്രയർ ആണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഹെയർ ഡ്രയർ ഇല്ലാത്തത് കൊണ്ടും ഹീറ്റ് ഗൺ ഉണ്ടായത് കൊണ്ട് ഞാൻ ഹീറ്റ് ഗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു മീഡിയം ഹീറ്റിലിട്ടതിന് ശേഷം ഞാൻ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 4 to 5 seconds നമ്മൾ ഹീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു സെയിം ക്ലോത്ത് വെച്ച് തന്നെ നല്ല ടൈറ്റായിട്ട് തുടച്ചെടുത്തായി സാധനം നല്ല അടിപൊളിയായിട്ട് അവിടെ പേസ്റ്റ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ ഫോണിൻ്റെ എല്ലാ ഭാഗവും നല്ല രീതിയിൽ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. എവിടെയും ഒരു എന്താ പറയുക, ചെറിയൊരു അളവിൽ കണക്ക് ചെറിയതായിട്ട് ഒരു അഡ്ഹസീവ് സെറ്റായില്ല എന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ പിന്നെയും ഇത്തരത്തിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് അവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ഓവർ ഹീറ്റ് ചെയ്യരുത്, അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ക്യാമറ മോഡലിൻ്റെ ചുറ്റും ആ ഒരു ഏരിയയിൽ നിങ്ങൾ ഇത്തരത്തിൽ ഹീറ്റ് ചെയ്തതിന് ശേഷം അവിടെയും കുറച്ചുകൂടെ നല്ല ടൈറ്റായിട്ട്
ഒന്ന് എന്താ പറയുക നമ്മുടെ ഒരു മേക്കർ ഫയർ ക്ലോത്ത് വെച്ച് നല്ല കണക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബേസ് സ്കിന്ന് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് അവിടെ സെറ്റ് ആവും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രൈപ്സ് ആണ്. ഇതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള പാർട്ട്. സ്ട്രൈപ്പ് ഒട്ടിക്കാനായിട്ട് ഒരുപാട് തവണ എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്ന് പിന്നെയും റിമൂവ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് ഒട്ടിക്കേണ്ടി വന്നു. സോ അത് കുറച്ചൊരു പാടായിരുന്നു സ്ട്രൈപ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഒട്ടിച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു മെയിൻ ലുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ സ്ട്രൈപ്സ് നമ്മൾ ഒട്ടിച്ച് ഇൻ കേസ് മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല, ഒന്നുകൂടെ ഇളക്കിയിട്ട് ഒട്ടിക്കാം. ഇതും ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇതിൻ്റെ ആ ഒരു ചെറിയ സ്ട്രൈപ്പ് ഒട്ടിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതിനേക്കാളും പാടുപെട്ടൊരു പൊസിഷൻ വന്നിട്ടുള്ളത്. ഒരുപാട് തവണ, ഒരു 3-4 തവണ ഞാനത് ഇളക്കി റിമൂവ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷമാണ് ഫൈനലി നമുക്ക് വളരെ ഈസി ആയിട്ട് അതൊന്ന് കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ അത് ആയിരുന്നു ഇതിൻ്റെ ഒരു മോസ്റ്റ് ചലഞ്ചിങ് പാർട്ട്. ഈ ഒരു സ്ട്രൈപ്സ് രണ്ടെണ്ണം ഒട്ടിക്കുന്നതായിരുന്നു ഈ ഒരു സ്കിന്നിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമല്ല, ഏറ്റവും കൂടുതൽ സമയമെടുത്തത്. അതിനുശേഷം നമ്മുടെ ആ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് വെച്ച് പിന്നെ നല്ല കണക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാമറ മോഡുകൾ ഒട്ടിച്ചാൽ പെർഫെക്റ്റ്ലി കംപ്ലീറ്റ് ആവും. സോ ക്യാമറ മോഡലിൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഫ്ലാഷിൻ്റെ ഏരിയ വെച്ചിട്ട് അലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ട് വരുന്നത്. അവിടെയും എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയാൽ ജസ്റ്റ് ഒന്നുകൂടെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാം. ആൻഡ് അത് ഹീറ്റ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ അവിടെയും ഒന്ന് പെർഫെക്റ്റ് ആവത്തുള്ളൂ. ഹീറ്റ് ഗൺ നമ്മുടെ ക്യാമറ മോഡുകളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കുക, ഒരുപാട് ഹീറ്റ് അടിക്കരുത്. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു മയത്തിന് മാത്രം നിങ്ങളവിടെ ഹീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു സ്കിന്നിൻ്റെ പരിപാടിയിലെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനൽ പാർട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം സെറ്റിൽഡ് ചെയ്യുക. അതിനുശേഷം എവിടെയെങ്കിലും ചെറുതായിട്ടും കാണാൻ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ഇളവിയത് കണക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ആ ഭാഗം നല്ല രീതിയിൽ ഹീറ്റ് ചെയ്തിട്ട് പിന്നെയും അപ്ലൈ ചെയ്യുക. ചില ഏരിയാസിൽ എനിക്കൊരു ഇച്ചിരി ഷാർപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുമ്പോൾ ഇച്ചിരി ഷാർപ്പായിട്ട് ചില ഏരിയാസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു ഡൗൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എങ്കിലും ഓവറോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ലൊരു ഫിനിഷിങ്ങോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സ്കിന്ന് ഞാൻ ഫോണിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 1 to 2 days യൂസ് ചെയ്തു. അപ്പോൾ അതിൽ നിന്നുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ഇതിൻ്റെ ആ ഒരു കളർ, Realme GT Neo 2 ഇത്തരത്തിലൊരു നിയോ ഗ്രീൻ എന്ന് പറഞ്ഞ കളർ ഉണ്ട്. അപ്പോൾ അതിനുമായിട്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ളൊരു കളറാണ് ഈ ഒരു സ്കിന്നിൽ അവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു സ്ട്രൈപ്പ് ഡിസൈനും എക്സാക്ട്ലി സെയിം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു നിയോ ഗ്രീൻ കളർ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. അത് പക്ഷേ എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. അത് എന്താ പറയുക, ഒരു ലിമിറ്റഡ് എഡിഷൻ മോഡലായിരുന്നു. അപ്പം ഈ ഒരു ബ്ലാക്ക് വേരിയൻറ്റ് കൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഒരു സ്കിൻ എനിക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൻ്റെ ഒരു ഡിസൈൻ വൈസ്. പിന്നെ ആ ഒരു ഇൻ ഹാൻഡ് ഫീലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു ലെതർ ടൈപ്പ് ഓഫ് ഫിനിഷിങ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ടെക്സ്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പിയാണ്. സോ ഓവറോൾ നമുക്കിപ്പോൾ കേസ് ഇടുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഗ്രിപ്പ് എനിക്ക് ഫോണിനകത്ത് ഈ ഒരു സ്കിന്ന് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നുണ്ട്. സോ ആ രണ്ട് കാര്യത്തിലും ഞാൻ 100% സാറ്റിസ്ഫൈഡ് തന്നെയാണ്. പിന്നെ ആകെ ഒരു ചെറിയ ഡിമെറിറ്റ് എന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് ഒട്ടിക്കാനുള്ള ഒരു പ്രയാസമാണ്. അതായത് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ക്ഷമയോടിരുന്ന് ഇങ്ങനെ നമ്മൾ ഒട്ടിക്കണം അത്തരത്തിൽ. പിന്നെ എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഹെയർ ഡ്രയർ അല്ലെങ്കിൽ ഹീറ്റ് ഗൺ യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്താൽ മാത്രമേ തൊട്ടത്തുള്ളൂ. പലരും പല ലൈറ്ററൊക്കെ വെച്ചിട്ട് ഒട്ടിക്കുന്ന വീഡിയോസ് ഉണ്ട്. പക്ഷേ അതൊന്നും വർക്കൗട്ട് ആവില്ല. 2 ദിവസം കഴിയുമ്പോൾ അത് ഇളകി വരും. പക്ഷേ നിങ്ങൾ ഇത്രയും വളരെ കെയർഫുള്ളായിട്ട് ഈ ഒരു ഹെയർ ഡ്രയർ അല്ലെങ്കിൽ ഹീറ്റ് ഗൺ യൂസ് ചെയ്ത് നമ്മൾ ചൂടാക്കണം, എന്നാൽ മാത്രമേ തൊട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഫ്ലാറ്റ് ബാക്ക് സ്കിൻ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊരു ഫുൾ ബാക്ക് സ്കിൻ, അതായത് നമ്മുടെ എഡ്ജസ് കവർ ചെയ്യുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒട്ടിക്കാൻ പാടാണ്. അപ്പോൾ അത് പിന്നെയും കെയർഫുള്ളായിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഒരു 1 hour ഒക്കെ എടുത്തിരുന്ന് ഇങ്ങനെ ചെയ്യണം. ഇതിപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 minutes എടുത്ത് ഈ ഒരു സ്കിൻ ഒട്ടിക്കാനായിട്ട് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡായിരുന്നു. തെറ്റും റെഡിയാവും, അങ്ങനെ പോകുമായിരുന്നു. എന്തായാലും 100% നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ ആ ഒരു ഇട്ട എഫേർട്ടിന് ഉള്ള സാധനം നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് തന്നെ പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു 500+ rupees നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ സ്കിന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ Gadgetshieldz തന്നെ ചൂസ് ചെയ്യുക. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്തിരായിട്ടുള്ള സാധനം തന്നെയാണ് കിട്ടുന്നത്. പിന്നെ സ്കിൻസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള, അതായത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് കേസ് ഇഷ്ടമല്ല, സ്കിൻ ഇഷ്ടമല്ല, പക്ഷേ നിങ്ങൾക്ക് സ്ക്രാച്ച് ഒന്നും വീഴാതെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പക്കൽ സ്ക്രാച്ച് ഗാർഡ്സും അതുപോലെ തന്നെ സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സും വരുന്നുണ്ട്. ഒരു 360 സ്ക്രാച്ച് ഗാർഡൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അടിപൊളി സംഭവങ്ങളാണ്. നിങ്ങൾക്ക് സ്ക്രാച്ച് ഒന്നും വീഴാതെ തന്നെ നിങ്ങളുടെ ഫുൾ ഫോൺ ഇങ്ങനെ ലാമിനേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇരിക്കും. അത് അടിപൊളിയാണ്. നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അതായത് സ്മാർട്ട് ഫോൺ സ്കിൻസ് അല്ലാതെ തന്നെ ലാപ്ടോപ്പ് സ്കിൻസ് ഉണ്ട്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ചാർജറിൻ്റെ സ്കിൻ വരെ ഇവരുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ സ്മാർട്ട് വാച്ചസ്, TWS ഇതിൻ്റെയൊക്കെ സ്കിന്നും പ്രൊട്ടക്ടേഴ്സും ഒക്കെ ഇവരുടെ കയ്യിൽ വരുന്നുണ്ട്. സോ ഓവറോൾ ഒരു കംപ്ലീറ്റ് സ്മാർട്ട് ഫോൺ
ഫോണിൻ്റെ പ്രൊട്ടക്ഷൻ പാക്കേജ് നിങ്ങൾക്ക് Gadgetshieldz സൈറ്റിൽ കയറി ചെക്കൗട്ട് ചെയ്ത് കാണാൻ പറ്റും. സോ ഡെഫിനറ്റായിട്ട് നിങ്ങൾ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ അടിപൊളി സ്കിന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവർ കുറേ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടെ ഗിവ് അവേസ് നടത്തുന്നുണ്ട്, ഫ്രീ ആയിട്ട് സ്കിൻസ് കൊടുക്കുന്നുണ്ട്. സോ അവരുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നിങ്ങൾക്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ എല്ലാം ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബൈ ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കണ്ട. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.